ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ആണ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ രാവിലെ മോളെ കൊണ്ടാക്കാൻ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് വിചാരിച്ചിട്ട് തന്നെ ഇല്ല, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഒരു 8-10 സമയമൊക്കെ ആയി കാണുമെന്ന്. ഒരിക്കലല്ല, അതേ 5:30 ആയിട്ടുള്ളത്. ഇത് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഇത്തിരി നേരത്തെ തന്നെ നേരം വെളുക്കും. അപ്പോൾ ഒരു 5 മണിയൊക്കെ തൊട്ട് തന്നെ ഏതാണ്ട് ഇതുപോലെ തന്നെ നല്ല വെട്ടം വെളിച്ചമാണ് കേട്ടോ. അപ്പോൾ അതേ വണ്ടി വരുന്ന കണ്ടപ്പോൾ മോളത്തെ റോഡിലേക്ക് നിൽക്കുകയാണ്. അതേ വണ്ടിയൊക്കെ വന്ന് കയറിപ്പോയതേ കണ്ടോ, 5:30 ആയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പുട്ടും കടലയാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി തലേ ദിവസം രാത്രി തന്നെ കടലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിക്കുള്ള സംഭവങ്ങളാക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത്തിരി സബോള, അതുപോലെ തന്നെ വെളുത്തുള്ളി, വേപ്പില ഒക്കെ ഇടും. എന്നിട്ട് പിന്നെ ഇത്തിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആവണോട് കൂടി ഇത്തിരി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ തേങ്ങയുടെ ഒരു പച്ചച്ചൊവയൊക്കെ മാറി ഇത്തിരി ഒന്ന് ഡ്രൈ ആവുന്ന ഒരു സ്റ്റേജിൽ കടല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക, വേവിച്ച കടല. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിൽ വരും. അപ്പോൾ നമ്മൾ പുട്ടിന് വേണ്ടിയിട്ടല്ലേ ആക്കുന്നത്. അപ്പോൾ നമ്മൾ കടല ഇങ്ങനെ ഒന്നും സെറ്റാവാത്ത പോലെ ഇരിക്കില്ല, വെള്ളം വേറിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടല, വെന്ത കടല മാത്രം കുറച്ചെടുത്തിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഇടും. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നല്ല ചോറിനായാലും നല്ലതുപോലെ കുഴച്ച് കഴിക്കാനൊക്കെ നല്ല പരുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല സെറ്റായി കിട്ടും. നല്ല ഗ്രേവിയും നൂലപ്പത്തിനാണെങ്കിലും നൂൽപ്പെട്ട് അങ്ങനെ ഉണ്ടല്ലോ, അതിനാണെങ്കിലും പുട്ടിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ദേ പുട്ടിന് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുട്ട് കുഴയ്ക്കുമ്പോൾ പൊതുവെ അരിപ്പൊടി, കുറച്ച് ജീരകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇടും. പിന്നെ ചെറിയ ഉള്ളി, അങ്ങനെ പിന്നെ കുറച്ച് മുട്ടയും പുഴുങ്ങുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ദേ പുട്ടിനുള്ളത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല കുഴച്ച പൊടിയും ഒക്കെ ഇട്ട് അത് ടപ്പേന്ന് വെച്ചിട്ടാവും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളെ വിളിച്ച് അവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കി നമ്മൾ ഒന്ന് എന്താ പറയുക എൻഗേജ്ഡ് ആയിട്ടിരിക്കേണ്ട ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോഴത്തെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്നറിയില്ല, രാവിലെ മുതൽ ഒരു സുഖക്കുറവ്, കുറച്ച് നേരം സുഖം ഉണ്ടാവും, പിന്നെ സുഖമില്ല. സുഖം മീൻസ് ഒരു വയറ്റിലൊക്കെ ചെറിയൊരു വേദനയോ അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു 4 മണിക്കൂർ 5 മണിക്കൂർ കൂടുമ്പോൾ വരുന്ന പോലത്തെ ഒരു ഫീല്. അപ്പോൾ അത് മോള് വന്നതിന് ശേഷം മോനെ പറഞ്ഞാക്കിയ, ഉച്ചയ്ക്കാണ് അവന് ക്ലാസ് ഷിഫ്റ്റ്. അപ്പോൾ അവനെ പറഞ്ഞതിന് ശേഷം മോൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ഭക്ഷണം. അപ്പോൾ ഇഷ്ടപ്പെട്ടതാണ് കാണിക്കണേ, ഇഷ്ടപ്പെട്ട അങ്ങനെയാണ് എന്തെങ്കിലും പാട്ടോ ഡാൻസോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനത് ഭക്ഷണം കഴിക്കാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് കഴിക്കൽ. എന്തെങ്കിലും അങ്ങനെ പയറുവർഗ്ഗമോ അങ്ങനെ എന്തെങ്കിലും, കൂടാതെ കുറച്ച് പച്ചക്കറിയും, ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ കഴിച്ച് വരാറ്. അപ്പം അങ്ങനെ കഴിച്ചതിന് ശേഷം ഞാനിങ്ങനെ ചേട്ടനെ വെയിറ്റ് ചെയ്തു. പിന്നെ സ്കാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ സ്കാനിന് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ചെറിയൊരു ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ അതും കൂടിയിട്ടൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പം ഞങ്ങളത് ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അവിടെ എത്തിയിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് നമുക്കെന്നാൽ അഡ്മിറ്റ് ആവാം, ചെറുതായിട്ടൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോകാത്ത കാരണം റൂമും ഇല്ല അങ്ങനെ. അപ്പോൾ ഡയറക്റ്റ് ലേബർ റൂമിലേക്കാണ് കയറ്റുന്നത്. അപ്പോൾ തൊട്ട് പേടിയും ഒക്കെ തുടങ്ങി. അപ്പോൾ ആള് നല്ല കൂളായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട 4 മണിക്കൂറത്തെ പെയിനോട് കൂടിയിട്ട് നമ്മുടെ ആൾ പുറത്തെത്തി. അതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് റൂമൊക്കെ സെറ്റായത്. ഇതാണ് നമ്മുടെ റൂം. പ്രസവിച്ചത് ഞാനാണെങ്കിലും ചേട്ടനാണ് അതിൻ്റെ എല്ലാ ക്ഷീണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ട്രിപ്പിട്ട സ്ഥലം എല്ലാതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നായ കാരണം ഒരു എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫീൽ ഉണ്ടായിരുന്നു.
സത്യം പറഞ്ഞാൽ. പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളും രാവിലെ ആയപ്പോൾ ഫുഡ് എത്തി. രാത്രി 8:30 അഡ്മിറ്റ് ചെയ്ത് പുലർച്ചെ 12:30 നമ്മുടെ ഡെലിവറി ആയിരുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ എത്തി. നമ്മുടെ കുഞ്ഞാൾ നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം വീട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ ചേട്ടനും ചേച്ചിമാരൊക്കെ കൂടി വരികയാണ്. അപ്പോൾ മൂത്ത മോൾക്ക് എക്സാം ആയിരുന്നേ. അപ്പോൾ പിന്നെ എന്തായാലും പോയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ അവിടെ നിന്നാണ് ചേട്ടൻ വിളിച്ചിട്ട് വന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് പിള്ളേരെ അടുത്ത് വന്നു അമ്മേനെയും കൊണ്ട്. അപ്പോൾ അത് വന്നൊരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മൂത്ത ആൾക്ക് പിന്നെ അനിയത്തിന് എന്നെ കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ള കാരണം വേഗം ചടി വന്നെടുത്തു. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും അത്ഭുതമായിരുന്നു. പിന്നെ പെൺകുട്ടികൾക്ക് എപ്പോഴും ഇതുപോലെയല്ലേ, എപ്പോഴും ഒരു പാമ്പറിങ് ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, വരുമ്പോഴേക്കും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. മോൻ പക്ഷേ എൻ്റെ അടുത്ത് വന്ന് ഒരു എന്താ ഏതാ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ണീനെ എടുത്തത്. ഇവിടെ നിന്നാണോ ഒക്കെ വേറൊരു കുട്ടീനെ ഇതുപോലെ അങ്ങനെ ഇപ്പം അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഫീലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. അപ്പോഴേക്കും ഭക്ഷണം കണ്ടപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കുക അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും അവളുടെ കയ്യിൽ കൊടുക്കണം. പിന്നെ ധൃതിയായി എന്താ ചെയ്യേണ്ടതെന്നില്ല അവൾക്ക്. അങ്ങനെ അവർ ഭക്ഷണം കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒന്നിച്ച് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കൂടെ മടിയിൽ വെച്ച് കൊടുത്തു. സന്തോഷമായി എല്ലാവർക്കും കാണാനും എടുക്കാനും ഒക്കെ. ഇത്ര നാളൊരു ഇമാജിനേഷൻ പോലെയല്ലേ, ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടിട്ടും അങ്ങനെ തീരെ പ്രതീക്ഷിക്കാത്തൊരു ദിവസം പെട്ടെന്ന് കഴിഞ്ഞ പോലെയും. അതുപോലെ എന്താ പറയുക, നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അയ്യോ അങ്ങനത്തെ ഒരു ഫീലല്ലേ. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര